പോലീസിനെ വെട്ടിലാക്കി അർജുൻ ആയങ്കി. സംസ്ഥാനം വിട്ടതായുള്ള സംശയങ്ങൾ. തിരച്ചിലാണെങ്കിൽ ഊർജിതം. മുട്ടിന് താഴെ വെടിവെച്ചാലും മുട്ടുകുത്തില്ലെന്ന്. വ്യാപകമായ തിരച്ചിലിനിടയിലും അർജുൻ ആയങ്കിയിലേക്ക് പോലീസിന് എത്താനാകുന്നില്ല. കൊച്ചി പാലിയേക്കര ടോൾ പ്ലാസ കടന്ന അർജുൻ ആയങ്കിക്കായി സമീപ ജില്ലകളിലും വിവിധ അതിർത്തികളിലും പോലീസ് വ്യാപക തിരച്ചിലാണ് നടത്തുന്നത്. അർജുൻ ആയങ്കി ഇതിനോടകം സംസ്ഥാനം വിട്ടിട്ടുണ്ടാകാമെന്നാണ് പോലീസിന്റെ പ്രധാന സംശയം. ഒളിവിലിരിക്കെ വരുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അർജുൻ തന്നെയാണോ ഇടുന്നത്, അതോ മറ്റാരെങ്കിലുമാണോ എന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. അതിനിടയിലും സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളി തുടർന്ന് അർജുൻ ഇന്നലെ രാത്രിയും പുതിയ പോസ്റ്റുമായി രംഗത്തെത്തി. ഞങ്ങളെ തീവ്രവാദിയാക്കിയത് സിസ്റ്റമാണെന്നും മുട്ടിന് താഴെ വെടിവെച്ചാലും മുട്ടുകുത്തില്ല എന്നുമാണ് അർജുൻ പോസ്റ്റിൽ കുറിച്ചത്. ഈ പോസ്റ്റിന് താഴെ നിരവധി പിന്തുണയുമായി വിവിധ ഹാൻഡിലുകളിൽ നിന്നുള്ള കമന്റുകളും എത്തിയിട്ടുണ്ട്. അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് ശക്തമാക്കിയിരിക്കുകയാണ്. ഒളിവിലിരുന്നും പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കിയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. ഒളിവിലുള്ള തന്നെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കൂ എന്നാണ് അർജുൻ ആയങ്കി നേരത്തെ വെല്ലുവിളിച്ചത്. ഹൈക്കോടതി ജാമ്യം തള്ളിയപ്പോൾ കീഴടങ്ങാമെന്ന് തീരുമാനിച്ചു. പക്ഷേ അല്ലാതെ പിടിച്ചേ മതിയാകൂ, എങ്കിൽ പിടിക്ക്, ഇനി ജാമ്യം എടുത്തിട്ടേ വരുമെന്നും പറ്റുമെങ്കിൽ പിടിക്കാനും പോലീസിനെ അർജുൻ ആയങ്കി വെല്ലുവിളിച്ചു. കള്ളക്കേസിൽ കുടുക്കിയ കോതമംഗലം സിഐക്ക് പണി വച്ചിട്ടുണ്ടെന്നും സന്ദേശത്തിൽ അർജുൻ ആയങ്കി പറയുന്നുണ്ട്. സ്വർണ്ണക്കടത്താണ്, കോടീശ്വരനാണെന്നൊക്കെ ശത്രുക്കൾ വെറുതെ പറയുകയാണെന്നായിരുന്നു ഇൻസ്റ്റഗ്രാമിലിട്ട സ്റ്റോറി. നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല എന്ന പാട്ടും പോസ്റ്റിൽ ചേർത്തിട്ടുണ്ട്. അതേസമയം താൻ തൃശൂർ റൗണ്ടിൽ ഒരു മരത്തിന് ചുവട്ടിൽ ഇരിക്കുകയാണെന്ന് അർജുൻ ആയങ്കി വാർത്തകൾക്ക് കീഴെ കമന്റും ചെയ്തിട്ടുണ്ട്. മലപ്പുറത്ത് നിന്നും പാലക്കാടേക്കും ഇവിടെ നിന്ന് തൃശ്ശൂരേക്കും അർജുൻ ആയങ്കി എത്തിയതായാണ് വിവരം. പന്നിയങ്കര ടോൾ പ്ലാസ കടക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തൃശൂർ തേക്കിൻകാട് മൈതാനത്തിന്റെ പരിസരത്ത് അർജുൻ ആയങ്കി എത്തിയെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും വൻതോതിൽ തിരച്ചിൽ നടത്തിയിരുന്നു. ഇതിനിടെയാണ് അർജുൻ ആയങ്കിയുടെ സഹോദരൻ അഖിലിനെ പോലീസ് പിടികൂടിയത്. വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്ത് സമീപത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. അർജുൻ ആയങ്കിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾക്കായി പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ല, സാമൂഹ്യ വിരുദ്ധരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്ന് പോലീസിനറിയാമെന്ന് തൃശ്ശൂരിലെത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അർജുൻ ആയങ്കിയെ പിടികൂടാനുള്ള കൃത്യമായ സന്ദേശം പോലീസിന് ആഭ്യന്തര വകുപ്പ് നൽകിയെന്നാണ് വിവരം. ആയുധം ഉപയോഗിക്കേണ്ട ഘട്ടമാണെങ്കിൽ ആയുധം ഉപയോഗിക്കണമെന്നതടക്കം പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാഹസികമായി വാഹനം ഓടിച്ച് രക്ഷപ്പെടാൻ അർജുൻ ആയങ്കി ശ്രമിച്ചാൽ അപകടമല്ലാത്ത രീതിയിൽ കുറുകെ നിർത്തി പിടികൂടണമെന്നും ഏതു തരത്തിലുള്ള മാർഗങ്ങളും സ്വീകരിക്കാമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പോലീസിന് നിർദ്ദേശം നൽകിയതായാണ് വിവരം. അതേസമയം അർജുൻ ആയങ്കി തൃശൂർ ജില്ല വിട്ടു എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഇതേ തുടർന്ന് പാലക്കാടും സമാന രീതിയിൽ ശക്തമായ തിരച്ചിൽ നടത്തുന്നുണ്ട്.